എന്തോ ഒരു ഗതികേടാന്ന് നോക്കണേ എന്റെ. ഒരു ദിവസം പോലും വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ ഞങ്ങളുടെ അമ്മ സമ്മതിക്കത്തില്ല. ഞാൻ ഈ മുടി നീട്ടി വളർത്തിയിട്ടേക്കുന്നുണ്ട്. അമ്മയുടെ വിചാരം ഞാൻ അമ്മയുടെ മോളാന്ന്. ഇന്ന് രാവിലെ തന്നെ എന്തൊക്കെ പണി ചെയ്തറിയ വീട്ടിൽ. മുറ്റമടിച്ചു, പാത്രം കഴുകി, എന്തൊക്കെ പണി, അടുക്കള പണി, പാചകം എല്ലാം ചെയ്തു. അവസാനം പറഞ്ഞേക്ക തുണി കൊണ്ട് അലക്കിക്കൊണ്ട് വരാനെ കൊണ്ട്. എങ്ങനെ ഇരിക്കുന്നു? ഞാൻ എത്ര ആളും കൊണ്ട് പറയാൻ തരും വാഷിംഗ് മെഷീൻ മേടിക്കാൻ. അന്നേരം പറയാ വാഷിംഗ് മെഷീൻ മേടിക്കുന്ന പൈസ ഉണ്ടാകും. ഞാൻ അരകല്ലൊന്ന് മാറിയനെ ഒന്ന്. അരകല്ലിന്റെ മണ്ട കണ്ട റോഡിലെ സ്പീഡ് ബ്രേക്കർ പോലെ ഇരിക്കുവാ ഇങ്ങനെ. ഇപ്പം ചെയ്യാം, അതല്ലാതെ വേറെന്തോ ചെയ്യാനാ? അയ്യോ എന്തൊക്കെയുണ്ടോ. അമ്മയുടെ നൈറ്റി, അച്ഛന്റെ ഷർട്ട്. ഇതെന്തൂടെ? കമ്പ്യൂട്ടർ ബില്ലോ? അപ്പൂപ്പന്റെ എന്താന്ന് വിട്ടേക്കോ? കമ്പ്യൂട്ടർ. അച്ഛന്റെ അണ്ടർവെയർ ആണല്ലോ. ഇതെന്ത് ഇങ്ങിരിക്കുന്നേ? പുക്കുളെല്ലാം ഉന്തിയാണോ ഇനി? ആ സംഭവം എന്താണെന്നറിയോ? ബീവറേജ് കയറി കുപ്പി വാങ്ങിച്ച് ഇവിടെ താക്കുന്നതാ ഡെയിലി സംഭവം. അങ്ങനെ ഇത് സെറ്റായി. അതാ അയ്യ കൊള്ളാം കേട്ടോ. എന്തായാലും ഞാനൊന്ന് മുങ്ങി കുളിച്ചിട്ടേ ഇതൊക്കെ കഴുകുന്നുള്ളു. അവിടെ എണ്ണ തേക്ക, ഇല്ലെങ്കിലേ മീൻ കൊത്തിയാലും സ്ലിപ്പായി പോകും. 72 വയസ്സായേ, നടക്കാൻ വയ്യ, തീരെ വയ്യ. നടന്നു നിർത്തി കഴിഞ്ഞാൽ ഞൊട്ട കേക്ക് പന്നിപ്പടക്കമെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചിട്ടുണ്ട്. ഞൊട്ട കേട്ടിട്ട് കാലിന്റെ മുട്ടോട്ട് നൂരത്തില്ല. ആ കാലത്ത് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ പിടിച്ചോണ്ടിരിക്കാൻ ആൾക്കാർ കണ്ടേനെയായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ കുളിക്കടവിൽ വന്ന് ഇങ്ങനെ നോക്കി അതിലാണ് എന്റെ നിർവൃതി. ഇങ്ങനെ നോക്കി ഞാനിങ്ങനെ ഇരിക്കും. ഞാൻ തീരത്തെ മന്ദാരം കാറ്റിൽ തൈലഗന്ധം നീറ്റിൽ പൊന്നു ചന്തം പൊയ്കയിൽ കുളിപ്പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം എന്തോ പരിപാടി? അല്ല കീഴാർന്നില്ലേ പറിക്കാൻ വന്ന മനെ? ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞു. അതിനിവിടെ വരെ ഒന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോ ആ റോഡ് രണ്ട് സൈഡിലുണ്ട് കീഴാർന്നല്ലേ, അതൊക്കെ പറഞ്ഞാൽ പോരായിരുന്നോ? അല്ല സോപ്പും പദം വീണ കീഴാർന്നല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതാകുമ്പോ ഈ അണുവിമുക്തമാണല്ലോ. പിടിച്ചല്ല എന്റെ പൊക്കിയായിരുന്നു. എടാ നീ എന്ന് ഇവിടെ ഒന്ന് കുളിക്കാറുണ്ടോ ഇതുപോലെ? ഞാൻ എന്നും ഈ സമയത്ത് വരും തുണി അലക്കാനൊക്കെ. അമ്മേ എപ്പോഴും എന്നെ വിടും. മുടിക്കാൻ എന്നെ പറ്റിക്കാറ് ഇത്ര നാളും. വൈദ്യം പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? ചികിത്സയൊക്കെ? ചികിത്സ നമ്മുടെ ഇതായിട്ടൊന്നും ഞാൻ എന്റെ വൈദ്യ പരിപാടിയൊന്നും നടക്കുന്നില്ല. അതെന്താ? ഞാനങ്ങ് ദൂരെയൊക്കെയാ തിരുമല്. എന്റെ വൈദ്യശാസ്ത്രത്തിൽ നമ്മുടെ നാട്ടുകാർക്ക് വിശ്വാസമില്ല. ഏടാ നിന്റെ കല്യാണമൊക്കെ? കല്യാണം ഒന്നും അമ്മ സമ്മതിക്കുന്നില്ല. നീ അമ്മ ഭയങ്കര പിടിവാശി. എന്താ? അമ്മ പറയുക കല്യാണം കഴിക്കാനുള്ള ഒരു സാധനം എനിക്കില്ലെന്ന്. കല്യാണം കഴിക്കാനുള്ള എന്തോ എനിക്കില്ലെന്ന്. അത് ഞാൻ വേണമെങ്കിൽ ഇച്ചിരി കുഴമ്പോ മറ്റു കാര്യങ്ങളോ ഒക്കെ റെഡിയാക്കി തരാം. അതൊന്നുമില്ല. അല്ലെ എന്തോ പേര് ഊയി തുടങ്ങുന്ന ഒരു സംഭവം. ഉത്തരവാദിത്തം. കല്യാണം ഉത്തരവാദിത്തം എനിക്കായില്ല, അതുകൊണ്ട് കല്യാണം ഇപ്പോഴെ കഴിക്കണ്ടെന്ന് അമ്മ പറയുന്നത്. കല്യാണം കഴിക്കുന്നത്? എടാ നീ എന്താ ഈ മുടിയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ടേക്കുന്നത്? അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാ. അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാ നീ മുടി വളർത്തിയിട്ടേക്കുന്നത്? അതെന്താ? ഞങ്ങൾ അച്ഛനെ എന്നും ജോലി കഴിഞ്ഞ് വരുമ്പം മൂക്കറ്റം കുടിച്ചിട്ടാ വരുന്നതേ. അച്ഛൻ അന്നേരം അമ്മയെ ഉപദ്രവിക്കും, നല്ലപോലെ ഉപദ്രവിക്കും. ഞാൻ അന്നേരം എനിക്കത് കണ്ട് എനിക്ക് വിഷമം സഹിക്കാൻ വയ്യാതെ ഇപ്പൊ ഞാനാണെങ്കിൽ അച്ഛൻ വെള്ളം അടിച്ചിട്ട് വരുമ്പം അമ്മയുടെ നൈറ്റി എടുത്തിട്ടിട്ട് അപ്പം അച്ഛൻ അമ്മയാന്നും പറഞ്ഞ് എന്നെ അടിക്കും. ഞാനും കൊണ്ടോളാം, എന്റെ അമ്മയെ അടിക്കാൻ ഞാൻ സംഭവിക്കും. നല്ല ഐഡിയ, അത് നല്ല ഐഡിയ. തല്ലിക്കിട്ടടിക്കാൻ വേണ്ടി മോൻ ചെയ്യുന്ന നല്ല ഐഡിയ അത്. എടാ നിങ്ങളുടെ അമ്മ എന്തിനാണ് നിങ്ങളുടെ അച്ഛനെടുത്തിട്ട് അടിക്കുന്നത്? ഞാൻ മുടി വളർത്തിയേക്കോ വെട്ടുന്നില്ലെന്നും പറഞ്ഞോണ്ട്. പിന്നെ കിഴക്കാൻ നിനക്ക് മുടി അങ്ങ് വെട്ടി കളഞ്ഞാൽ പോരായോ? അയ്യോ അന്നേരം എനിക്ക് അമ്മയെ രക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. മുടിയില്ലെങ്കിൽ നൈറ്റ് ഇട്ട അമ്മയുടെ ഫിഗർ കിട്ടത്തില്ല. നീ മുടി വെട്ടണ്ട, നിന്നെ അമ്മോട് പറയാം മുട്ട അടിച്ചോണ്ട് നടക്കാനൊക്കെ. അത് കൊള്ളാം. പിന്നെ വേറെ കാര്യം,
നാളെ ഈ സമയത്ത് ഇവിടെ മൊത്തം അയൽക്കൂട്ടം പെണ്ണുങ്ങളായിരിക്കും. ഓ ഞാൻ പൊതി കെട്ടി വരുവടാ ഇവിടെ. അല്ല പൊതി കെട്ടി വന്നത് അവരെ അവിടെ നമ്മൾക്ക് ചെപ്പം കാലൊക്കെ പറിച്ച് പറിക്കാമല്ലോ. അവര് വരുന്ന എന്തിനാണെന്നറിയോ? ഈ കാടെല്ലാം വെട്ടിക്കളയുക. പഞ്ചായത്തിന്റെ പദ്ധതി വന്ന് ഇവിടെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. ഏത് പഞ്ചായത്ത് പദ്ധതി പറഞ്ഞാൽ ഈ കാട് വെട്ടാക്കാൻ സമ്മതിക്കത്തില്ല. ഇത് കണ്ടൽക്കാടാ, ഞാൻ നട്ടു വളർത്തിയ കണ്ടൽക്കാടാ. ഇത് കണ്ടൽക്കാട് ഇവിടെ ഒന്നും അല്ല. പട്ടക്കെന്ന് പറഞ്ഞാൽ ഈ പുഴ എന്ന് പറഞ്ഞാൽ ഈ കുളിക്കടവെന്ന് പറഞ്ഞാലേ ഇവിടെയൊക്കെ പാടമായിരുന്നു. അവിടെയൊക്കെ പാടമായിരുന്നു. ഈ പാടത്തിൽ കൊയ്ത്തും മെതിയും കഴിഞ്ഞ് പെണ്ണുങ്ങളെല്ലാം കൂടെ ഓടിച്ചിട്ട് കുളിക്കൂടാ വെച്ചേ. ഞാനിപ്പോ കൽക്കട്ട ഇരുന്ന് കാണൂടാ. കൽക്കട്ട ഇരുന്ന ഇവിടെ നടക്കുന്ന കാര്യം നിങ്ങൾ എങ്ങനെ കാണും? കൽക്കട്ട എന്നല്ല പറഞ്ഞത്. ആ കൽക്കട്ട ഇരുന്ന് എങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു. ഇപ്പൊ ഇവിടെ കൊയ്ത്തും മെതിയൊക്കെ എവിടെ കിടക്കുന്നതാ? പക്ഷെ ആ കൊതി ഇപ്പോഴും ഉണ്ട്. എന്റെ അപ്പൂപ്പ ഇപ്പോഴും കൊയ്ത്തും ഉണ്ട്, മെതിയും ഉണ്ട്. വൈകിട്ട് ഇവിടെ വന്നാൽ മതി, കൊയ്ത്ത് മെഷീൻ കഴുകുന്ന കാണാം. ആ മെഷീൻ കഴിയുന്ന ആർക്ക് കാണാൻ വേണ്ടിയാ? വെളിച്ചെണ്ണ കണ്ണിലൊഴിക്കും. രമ്യേ, പിന്നെ പുതിയ പെണ്ണാന്ന് വിചാരിച്ച് അങ്ങനെ പമ്മിയൊന്നും ഇരിക്കില്ലേ രമ്യ? എല്ലാവരുമായിട്ടും നല്ല സ്നേഹവും കാര്യമൊക്കെ വേണം കേട്ടോ. അമ്മയുടെ അടുത്ത് അധികം വേണ്ട, ഭയങ്കര നുണയാണ്. എനിക്കിനി രമ്യ എന്ന് പറഞ്ഞ 2 അക്ഷരമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ആ അമ്മിക്കല്ലൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. മിക്സി മേടിക്കണം. ഓ പാറക്കല്ലൊക്കെ തിന്ന് മടുത്ത്. വേറെ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. ഞാൻ കടവിലെ 2 പേരിയ്ക്കുന്നു. അവർ പോയ ശേഷം ഞാൻ വിളിക്കാം, ഒരുമിച്ചിഞ്ഞ് പോലെ. മിണ്ടത്തില്ല. ഞാൻ മിണ്ടത്തില്ല. മാമനോട് പണക്കം കല്യാണത്തിന് വന്നില്ലല്ലോ. എടാ മുടിയാ, ഞാൻ ഈ കല്യാണത്തിന് പോകത്തിന് ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ ആരെയും കല്യാണത്തിനൊന്നും പോകുന്ന ആളല്ല. അതല്ല ഇവൻ കല്യാണം കഴിച്ച് കൊച്ചിനെ ഇങ്ങോട്ടല്ലേ കൊണ്ടിരുന്നത്. എനിക്ക് രാത്രി പോയി കാണാമല്ലോ. രാത്രി വന്ന് കാണാമല്ലോ. അമ്മ രാത്രി കാണണ്ട, നാളെ വന്ന് കണ്ട. കൊച്ചിനെ അവരൊക്കെ എങ്ങനെയുണ്ട്? ബന്ധുക്കാരൊക്കെ എങ്ങനെയുണ്ട്? ബന്ധുക്കാരൊക്കെ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെ. കൊച്ചിനോട് പറഞ്ഞു ഇവിടെ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പുഴയും കാര്യങ്ങൾ രമ്യ വിളിക്കുന്നു കേട്ടോ. അമ്മാവനില്ലേ, നമ്മുടെ അമ്മാവൻ കടവിലുണ്ട്. അതേന്ന് അവർ പോയിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. രമ്യ പോയേച്ച് വിളിക്കാം. രമ്യക്കൊന്ന് ഈ പുഴയിൽ കുളിക്കാൻ വരണമെന്നുണ്ടേ. ഇപ്പൊ ഒന്ന് പെട്ടെന്ന് അമ്മാവൻ പോ. നീ പോടാ, നീ കൊച്ചിനെ വിളിക്കേ. കൊച്ചിനെ മോളെ വിളിക്കും. ഞാൻ ഇവിടെ വിളിക്കേണ്ട കാര്യം എന്തോ? അല്ല അവിടെ നാട്ടില് പുഴയില്ലല്ലോ. അവർക്ക് ഇങ്ങനെ പുഴയൊക്കെ കാണുമ്പോൾ അതിശയവും കുളിക്കണമെന്നൊരു. ഗൾഫിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ പൊല്ലാത്തൊരു സിറ്റുവേഷനാ ഗൾഫില് കേട്ടോ. നീ എവിടെയാണോ ഗൾഫില്? എന്നോട് പറഞ്ഞാൽ മരുന്ന് തരത്തില്ലായിരുന്നു. എന്തോ ചുമയാന്ന് പറഞ്ഞു. ചുമയെന്നാണ് പറഞ്ഞത്. ദമാം എന്ന് പറഞ്ഞപ്പോ ദമാമിലായിരുന്നു. രഘുവേ, നീ എന്നത്തേക്കായി തിരിച്ചു പോകുന്നത്? ഞാൻ ഇനിയിപ്പോ ഒരു 2 മാസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. എന്ന് തിരിച്ചു വരും? 2 കൊല്ലം കഴിയും. 2 കൊല്ലം? 2 കൊല്ലം കഴിയും. 2 കൊല്ലം കഴിയുമ്പോ 2 വയസ്സോടെ നിനക്ക് കൂടും. അതിനുമ്പോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയിട്ട് പോവാവൂ. നമ്മളെ പാരമ്പര്യം നിലനിർത്തണം, നമ്മുടെ പാരമ്പര്യം. നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 72 വയസ്സ് നടക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ പാരമ്പര്യവും കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്നും നോക്കിയില്ല? ഇത് കല്യാണം കഴിഞ്ഞോ? ഒന്നുമില്ല. പുള്ളിക്ക് വേറെ വിഷയം, നിങ്ങൾക്ക് വേറെ വിഷയമൊന്നുമില്ല. ബാക്കിയുള്ളവരെ ഉപദേശിക്കാൻ മാത്രമാണ്. സാബുനെ ഉപദേശിക്കാൻ പോയി, ഇതുപോലെ പകല് പോയി. ഞാൻ പാവനടുത്ത് എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളുടെ കാര്യം പെട്ടെന്നാക്കണം. എന്നിട്ട് പാതിരാത്രി അവന്റെ വീട്ടിൽ ഒളിഞ്ഞു നോക്കിയേക്കുന്നു. അങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ഒളിഞ്ഞു നോക്കാൻ പോയിട്ടില്ല ആരുടെ വീട്ടില്. പിന്നെ ഒളിഞ്ഞു നോക്കാൻ പോയിട്ടില്ല. അമ്മണിയമ്മയുടെ കുളുകൂടെ പുറകെ കൊണ്ട് മടലി ആരി വെച്ചേക്കുന്ന ആരാ? അതാ എയർ ഹോളിനകത്ത് പല്ലിമുട്ട വിരിഞ്ഞുണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറുന്നത്. ഇയാൾ വളർത്തുന്ന പല്ലിയല്ലേ എന്ന് ചെന്ന് മുട്ട വിരിഞ്ഞോ നോക്കാൻ? നിങ്ങൾക്ക് കല്യാണം കഴിച്ചുകൂടായിരുന്നോ? നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചുകൂടായിരുന്നു? ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ വേണ്ടി പോയി. അങ്ങ് ചേർത്തലല്ല പെണ്ണ് കാണാൻ പോയത്. ചേർത്തല ചെന്ന് പെണ്ണ് കാണാൻ നേരത്തെ ഒറ്റ മോളേ ഉള്ളൂ. അപ്പൊ തന്തെന്നുള്ള എന്നോട് പറഞ്ഞു കല്യാണം കഴിച്ച് ചേർക്കാൻ അവരെ വീട്ടിൽ നിൽക്കണമെന്ന്. പക്ഷെ എന്റെ ഈ നാട്ടുകാരെയൊക്കെ വിട്ടുപോകാൻ എന്റെ മനസ്സൊരിക്കലും അനുവദിക്കത്തില്ല. നാട്ടുകാരൊന്നും അല്ല, ഈ കടവ് വിട്ടുപോകാൻ പറ്റൂല. അതാണ് മെയിൻ. ഒരു കാര്യം ചെയ്യും, ഇപ്പോഴൊന്നും പോകത്തില്ല, ഇവിടെ നിൽക്കും. എങ്ങനെയും ഒഴിവാക്കിയിട്ട് പെണ്ണിനെ കൊണ്ടുവരാൻ നോക്കുമ്പോട്ടോ പോകത്തില്ല. ഞാനിപ്പോ 2 അലക്കാലക്കിട്ട് ഞാനങ്ങ് പോകും. നീ പോലെ നമ്മുടെ മഹേഷ് ഇപ്പൊ എവിടെയാ? മഹേഷ് വീട്ടിലുണ്ട്. നീ കണ്ടില്ലായിരുന്നോ? വീട്ടിലുണ്ടോ? ആ വീട്ടിലുണ്ട്. അവൻ എപ്പോഴും ഈ ഫാഷൻ ടി വി വെപ്പും അല്ലേ? ആണല്ലേ? പിന്നെ ആ ജംഗ്ഷനിൽ നിന്ന് കേൾക്കുമ്പോ കേൾക്കാം അവന്റെ വീട്ടിൽ ടി വി വെച്ചേക്കുന്നു. ഫാഷൻ ടി വി വെപ്പ് എപ്പോഴും ഫാഷൻ ടി വി വെപ്പാണ്. അവന്റെ വീട്ടിലാരും ഇല്ല. പിന്നെ വീട്ടിലാരുമില്ല, ഹോം തിയേറ്ററിലിട്ടല്ലേ? പിന്നെ ഫാഷൻ ടി വി വെപ്പാണ്. പക്ഷെ അവനെ ഈ ആണുങ്ങളുടെ ഫാഷൻ ഷോയാ കാണുന്നത്. കാരണം അവന് ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കുമല്ലേടാ. അപ്പൊ ആണുങ്ങളുടെ ഡ്രസ്സിന്റെ അതൊക്കെ പഠിക്കാനായിട്ട് ആണുങ്ങളുടെ സംഭവം കാണുന്നില്ല. മഹേഷേ, ഈ നമ്മുടെ
ഈ സുലോചന ചേച്ചി ഇവിടെ ഇപ്പൊ എവിടെയാ? കൈകുട്ടി കളിയുടെ കളി. സുലോചന ചേച്ചിയുടെ ഒക്കെ മുറ്റത്ത് ആള് കണ്ടില്ലായിരുന്നു നീ? കണ്ടില്ലായിരുന്നു? അവിടെ ആ ആള് കണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കയ്യോട്ടി കളിയുടെ ഭയങ്കര പ്രാക്ടീസ് അല്ലേ പിന്നെ നടക്കുന്നത്. ഉത്സവത്തിൽ മറ്റന്നാൾ ഉത്സവത്തിൽ കളിക്കാൻ. പിന്നെ ബാംഗ്ലൂരിൽ നിന്നുള്ള പെൺപിള്ളേരാണ് വന്നേക്കുന്നത്. അതൊക്കെ മനസ്സിലാടാ. 2020 ക്രിക്കറ്റ് കളിയാണോ 6 ഒക്കെ അടിക്കുമ്പോ പെൺപിള്ളേർ ഇങ്ങനെ അങ്ങനത്തെ പെൺപിള്ളേർ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ അവരെ പ്രാക്ടീസ് അവിടെ ഭയങ്കര രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. എനിക്ക് പോയി കാണണമെന്നുണ്ടേ. പക്ഷെ അവിടെ ഒരു മുട്ടക്കാട്ടം പട്ടിയുണ്ട്. കടിക്കൂടാ കടിക്കൂ, സത്യമായിട്ട് കടിക്കും. പട്ടി അടിച്ചു വന്നാൽ നിനക്ക് എന്തോ കുഴപ്പമാണ്. എങ്ങനെയെങ്കിലും നീ വേറെ എന്തെങ്കിലും പിടി. നമ്മുടെ ഈ സ്റ്റെല്ല അറിയോ? സ്റ്റെല്ല നമ്മളോട് പഠിച്ച സ്റ്റെല്ല. നമ്മുടെ സ്റ്റെല്ല എന്താ ചെറുപ്പത്തെ എന്താ സുന്ദരിയായിരുന്നു. ഇപ്പതാ കളർ ചെയ്ത് മുടി. ഇവിടം വരെ മുടിയായി. എവിടെ താമസം അറിയാം? നമ്മുടെ ജംഗ്ഷനിലാ. എല്ലാരും ഉണ്ടോ? ഭർത്താവ് ഉണ്ടോ? ഭർത്താവ് ഇവിടെ ഇല്ല. ഭർത്താവ് ഡിവോഴ്സ് ആയല്ലോ. ഡിവോഴ്സ് ആയോ? അവളെ സിറ്റുവേഷൻ ഒക്കെ ഭയങ്കര പാടാണ്. ആണോ? പിന്നെ ആ ഒരു അടച്ചുറപ്പില്ലാത്ത വീടല്ലേ ഇപ്പൊ താമസിക്കുന്നത്. ഒറ്റയ്ക്ക് ഒരാളടുത്ത് മിണ്ടാനാ പറയാൻ ആരെങ്കിലും ഉണ്ടാവും? ചുറ്റുവട്ടത്തും ആളില്ല. വിളിച്ചു പോയപ്പോലും കേൾക്കത്തില്ല. ആരും ഇല്ല അവിടെ. അങ്ങനത്തെ സ്ഥലത്ത് ഒരു പെണ്ണ് താമസിക്കാന്ന് പറഞ്ഞാല്. പക്ഷെ ഞാൻ രാവിലെ ചെല്ലയുടെ ആങ്ങളെ അവിടെ ഒരു വെട്ടുകത്തിയായിട്ട് നിപ്പുണ്ടായിരുന്നു. അളിയനെ വെട്ടാനാന്നും പറഞ്ഞു. നിനക്ക് വെട്ടിക്കൊന്ന എന്താ? എന്റെ അമ്മാനെ വെട്ടിക്കൊന്ന നിനക്കെന്തോടാ കുഴപ്പം? എന്റെ അമ്മാനെ വെട്ടിക്കൊന്ന നിനക്കെന്തോ കുഴപ്പം? എങ്ങനെയെങ്കിലും ഇത് പോവത്തില്ലടാ ഇവിടെ നിന്ന്. 72 വയസ്സുണ്ട്. ഇപ്പോഴും നോക്ക്. ഉഷപ്പടിക്കുന്നുണ്ടോടാ. സ്റ്റാമിന. ഉഷപ്പൊന്നും അല്ല. പിന്നെ അക്കരെ കടവിൽ പെണ്ണുങ്ങൾ വന്നാ നോക്കുന്നുണ്ട്. ഉഷപ്പ ഇയാള് പെണ്ണുങ്ങളെ മാത്രമല്ല നോട്ടം വിടുന്നത്. പിന്നെ ആണുങ്ങളെ ഇയാൾ വെറുതെ വിടത്തില്ല. എന്നും ഞാൻ ഈ സമയത്ത് വരുമ്പോ പുറകിരുന്ന് എന്റെ കുളിസീം വരെ കാണുന്ന ടീമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയും പറഞ്ഞു വിട്ടിട്ട് നിന്റെ പെണ്ണിനെ കൊണ്ടുവന്നാ മതി. കേട്ടോ മോനെ? നമുക്കേ രമ്യ ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അമ്മാവൻ പോയില്ല. നമ്മളെ അന്ന് വീഡിയോ കോൾ ചെയ്യുന്നപ്പം പല്ലടിച്ച് കാണിച്ചില്ലേ? അമ്മാവുണ്ട്. ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. ചക്രകൂട്ടാ, എന്ത് നമുക്ക് മലപ്പുറം വരെ ഇത് പോണം. ഓക്കേടാ, വരുമ്പോ വിളിക്കണേ. വിളിക്കാം. മലപ്പുറം അമ്പലത്തിലേ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേ ഞാൻ വഴിപാട് പറഞ്ഞിട്ടുണ്ട്. നീ പോയതിനിപ്പുറം നമുക്ക് എന്നോടൊന്ന് പോണം. അവിടെ ഉത്സവമാണ്. അതിന് ഉത്സവത്തിന് പോയിട്ട് എന്ത്? ഞാൻ വരുന്നില്ല. അത്രയും രാത്രിയൊക്കെ അവിടെ പോയിട്ട് വരുമ്പോ. രാത്രി കുഴപ്പമില്ല. അവിടെ എൻ്റെ സുഹൃത്തിന്റെ റൂമുണ്ട്. നമുക്ക് അവിടെ നമുക്ക് എന്നോട് കഴിഞ്ഞിട്ട് പിറ്റേ പോരാ. വേണ്ട അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ലെന്നേ. മാമല്ലേ വിളിക്കുന്നത്? രമ്യതാ വിളിച്ചോണ്ടിരിക്കുന്നത്. രമ്യമ്മ ഒന്ന് വീട്ടിലേക്ക് പോകുന്ന. ഞാൻ പറഞ്ഞില്ലേ അവൾ ഈ കടവിലൊന്നും കുളിച്ചിട്ടില്ല. അപ്പൊ അവളുടെ ഒരു ആഗ്രഹമല്ലേ. മാമന് വിളിക്കുന്നത്. കൊച്ചു കുളിച്ചാലെന്തോ കുഴപ്പമെന്തോ അത് പറഞ്ഞത്. മാമൻ നിന്നാ പറ്റത്തില്ല. മാമൻ പോവാൻ നോക്കുന്നേ. ഞാൻ പോണം. ഒരു കാര്യം നീ പോവും. മാമൻ പോയേക്കാം. ഞാൻ പോട്ടെ. നീ പോയി. മാമൻ പോവല്ലോ ഉറപ്പല്ലേ? ഞാൻ പോവാം. ഞാൻ വിളിച്ചോണ്ട് വരിക. ഇവിടെ കാണല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി. നീയൊക്കെ പറഞ്ഞു പിടിപ്പിച്ച പോലെ അങ്ങനെയുള്ള അടുക്ക് സ്വഭാവമൊന്നും അല്ല എന്റേത്. ഞാൻ പോവാന്ന് പറഞ്ഞാൽ ഞാൻ പോകും. എനിക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കൊക്കെ എന്നെ ഭയങ്കര സംശയമില്ല. അങ്ങ് ഇതെന്താ ഇവിടെ? ഇതാണോ പോയെന്ന് പറഞ്ഞ? കുറച്ച് കീഴാർന്നെല്ലിയുടെ പഠിക്കാനുണ്ടായിരുന്നു. ഇതെന്താ സംഭവം? എന്താ? ഞാൻ വൈദ്യനല്ലയോ, സൂക്കേട് അടുത്ത് കാണാൻ വേണ്ടി സംഭവമായത്. ഈ സൂക്കേട് എന്താന്ന് എല്ലാവർക്കും അറിയാം. ഇതെന്താ? കിടത്തി ചികിത്സിക്കാൻ. ഇതാണ് ഞാൻ വീട്ടിലോട്ട് വരട്ടാന്ന് ചോദിക്കുമ്പോഴേ ഞാൻ വീട്ടിലില്ലടാ, വേറെ സ്ഥലത്താന്ന് പറഞ്ഞു. ഇവിടെ താമസം. പായും തലേനായിട്ട് കിടക്കുന്നു അല്ലേ? നിങ്ങൾക്ക് റൂം എടുത്തൂടെ എവിടെയെങ്കിലും? റൂം എടുക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. എന്താ തന്നെ ഒക്കെ അറിയാം എനിക്ക്. എന്നോട് പറ എന്തായിരുന്നു? ചുമ്മാ സംസാരിച്ചിരിക്കാനല്ലായിരുന്നു. പിന്നെ അറിയാം. എന്നെ വിശ്വാസമില്ലേ? എന്നെ വിശ്വാസമില്ലേ? അതല്ലേ പറ. കള്ള കാവല. നിന്നെ എന്താ ചെയ്യട്ടെ? ഞാൻ എന്ത് ചെയ്യട്ടെ? മാമനത് ചെയ്യില്ല. മോന് പേര് ദോഷമാവും. എനിക്ക് പേര് ദോഷം കിട്ടില്ല. ഇതുപോലത്തെ മാമനുണ്ടെങ്കിൽ മാമനാണ് പേര് ദോഷം.